എന്നും രാവിലത്തെ പോലെ തന്നെ ഇന്നും രാവിലെ എണീറ്റിട്ടുണ്ട്. എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂടെ കുഞ്ഞാവയുണ്ട്. എൻ്റെ ചൂട് വിട്ട് മാറുമ്പോൾ തന്നെ അവൾ കണ്ണും തുറന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവളെ എടുത്തുകൊണ്ട് വരിക എന്നല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ രാവിലെ ഇക്കാക്കായ്ക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ ഫുഡെല്ലാം റെഡിയാക്കണം. മിക്സ് കട്ട് ചിക്കനും ഡ്രം സ്റ്റിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് വെള്ളത്തിലിട്ട് അലക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ പെട്ടെന്നുണ്ടായിരുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടി ഒന്ന് കലക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇന്ന് കുറച്ച് നാടനായിട്ട് ഒരു വറുത്തരച്ച ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മസാലക്കൂട്ടെല്ലാം ഒന്ന് വറുത്തെടുത്തു. തേങ്ങ ഫ്രോസൺ ആയിരുന്നു. കുറച്ച് നേരം വെളിയിലെടുത്ത് വെച്ചപ്പോൾ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഐസൊക്കെ. എനിക്ക് ഈ തേങ്ങ ഇങ്ങനെ മൂത്ത് വരുന്ന മണം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞാവ് എനിക്ക് നല്ല 8ൻ്റെ പണിയും തന്നിട്ടുണ്ട്. അവൾ തന്നെ അവസാനം എന്നെ ഹെൽപ്പ് ചെയ്തു. അതൊക്കെ പെറുക്കി ഞാൻ കുപ്പിയിലിടുന്ന കണ്ടപ്പോൾ അവളും അതെല്ലാം പെറുക്കി കുപ്പിയിലിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ചുടാനായിട്ട് നിന്നു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പാലപ്പമല്ല ഇടുന്നത്. എൻ്റെ പാലപ്പച്ചട്ടി രണ്ടും ഒതുക്കിപ്പറക്കലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം ചുടുന്നത് നമ്മുടെ ഈ ഒരു ദോശത്തവയിലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പമൊക്കെ ചുട്ടൊരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കറി റെഡിയാക്കാനായിട്ട് പോയി. കറിക്കായിട്ട് ഞാൻ നമ്മുടെ നല്ല വെളിച്ചെണ്ണ തന്നെ എടുത്തു. വെളിച്ചെണ്ണയ്ക്ക് കടുക് താളിച്ച് അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് ചിക്കനും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ചിക്കൻ ഒരു വെള്ള കളർ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് കറി വെക്കുന്നത്, വറുത്തരച്ച ചിക്കൻ കറി. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ കറി ഇനി ഞാൻ വെക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കും. കാരണം വേറൊന്നുമല്ല, ഇത് വെച്ച് ഓഫീസിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളത്തില്ലായിരുന്നു, ചേനയിട്ട കറി ചിക്കൻ കറി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഉള്ളതപ്പം തന്നെ പറഞ്ഞില്ലേ. അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പ് ഉറക്കുന്നതായിട്ട് എന്നെ വിളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റ ബൈ ബൈ, സീ യു.